നമസ്കാരം. അമേരിക്കയിലെ കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളിയായിരുന്ന ജെഫ്രി എപ്സ്റ്റൈനുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പേരിൽ നിരവധി ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ഡൊണാൾഡ് ട്രംപുമായി വളരെ അടുത്ത ബന്ധം ഇയാൾ പുലർത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ പലരും ആരോപിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, ഒരു കാലത്ത് ട്രംപിൻ്റെ അതിവിശ്വസ്തനായിരുന്ന ഇലോൺ മസ്ക് പോലും ഇപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പലരും ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം ഈ എപ്സ്റ്റൈൻ പല ചെറിയ കുട്ടികളെയും ലൈംഗിക പീഡനത്തിനായി ഉപയോഗിച്ചിരുന്നു എന്നും ട്രംപ് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ഇയാളുടെ ഇടപാടുകാരായിരുന്നു എന്നുമൊക്കെയാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. ഇതിനൊപ്പമാണ് മറ്റൊരു വാർത്തകൾ കൂടി ഇപ്പോൾ അമേരിക്കയിലെ മാധ്യമങ്ങൾ പലരും പുറത്തുവിട്ടിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാര്യയായ മെലനിയെ ഡൊണാൾഡ് ട്രംപിന് പരിചയപ്പെടുത്തി കൊടുത്തത് ഈ എപ്സ്റ്റൈനാണ് എന്നാണ് ചില വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നത്. ഏതായാലും തനിക്കെതിരെ വന്ന ഈ ആരോപണങ്ങളൊക്കെ തന്നെ ഇപ്പോൾ മെലനിയ നിഷേധിച്ചിരിക്കുകയാണെന്ന് മാത്രമല്ല, തനിക്കെതിരെ വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെല്ലാം അവർ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഫലമായി ആ വാർത്ത സംപ്രേഷണം ചെയ്ത യൂട്യൂബ് ചാനലും അതുപോലെ പത്രവുമൊക്കെ തന്നെ ഈ വാർത്തകൾ ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്. ഡെമോക്രാറ്റുകളുടെ തന്ത്രജ്ഞനായിരുന്ന ജെയിംസ് കാർവില്ലെയാണ് ഇത്തരത്തിലുള്ള പ്രധാന ആരോപണം ഉന്നയിച്ചത്. അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റ് പരിപാടിയിലാണ് ഈ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നത്. എപ്സ്റ്റൈനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു മെലനിയ എന്നും അങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപ് അവരെ പരിചയപ്പെട്ടതെന്നൊക്കെയായിരുന്നു ഇദ്ദേഹം തൻ്റെ സ്ഥിരം പോഡ്കാസ്റ്റ് പരിപാടിയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ പരിപാടി പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ മെലനിയ വക്കീൽ നോട്ടീസ് അയക്കുകയായിരുന്നു. അതേ തുടർന്നാണ് ഈ വാർത്ത അവർ പിൻവലിച്ചത്. കാർവില്ലെ മാപ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാർവില്ലെ ക്ഷമാപണം നടത്തിക്കൊണ്ട് എഴുതിയ കത്തിൻ്റെ കോപ്പിയും മെലനിയ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. മറ്റൊന്ന് ഡെയിലി ബീസ്റ്റ് എന്ന ദിനപത്രമാണ്. അമേരിക്കയിലെ വളരെ പ്രമുഖമായൊരു പത്രമാണ്. ഈ പത്രവും മെലനിയയ്ക്ക് എപ്സ്റ്റൈനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് വാർത്ത നൽകിയിരുന്നു. ഒരു മോഡലിംഗ് രംഗത്തുള്ള ഏജൻറ്റാണ് ഇക്കാര്യം തങ്ങളോട് വെളിപ്പെടുത്തിയത് എന്നാണ് ഈ വാർത്തയിൽ ഉണ്ടായിരുന്നത്. ഏതായാലും ആ വാർത്തയും അവർ പിൻവലിക്കേണ്ടി വന്നു. ഡെയിലി ബീസ്റ്റിനും മെലനിയ ട്രംപ് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. ഏതായാലും തനിക്ക് നേരെ വരുന്ന ആരോപണങ്ങളെ നിയമപരമായി നേരിടാൻ തന്നെയാണ് ഇപ്പോൾ മെലനിയ തയ്യാറെടുക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വല്ലാത്ത വെട്ടിലായിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെന്നെത്തി നിൽക്കുന്നത്. ട്രംപ് എപ്സ്റ്റൈനുമായിട്ടുള്ള നിരവധി ചിത്രങ്ങൾ, അതായത് ട്രംപിൻ്റെ ചെറുപ്പകാലത്തുൾപ്പെടെയുള്ള ചിത്രങ്ങൾ ഇപ്പോൾ നിരന്തരമായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എപ്സ്റ്റൈൻ്റെ കൂടെ ഉണ്ടായിരുന്ന പല സ്ത്രീകളുമായും ട്രംപ് ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോകളും ദൃശ്യങ്ങളുമൊക്കെ തന്നെ ഇപ്പോൾ നിരന്തരമായി പുറത്തു വരുന്നുണ്ട്. ഒരുപക്ഷെ ഇലോൺ മസ്ക് ഡോജിൻ്റെ ചുമതലക്കാരായിരുന്ന കാലഘട്ടത്തിലാണോ ഇവയെല്ലാം തട്ടിയെടുത്തതെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. താൻ അമേരിക്കൻ പ്രസിഡൻ്റായാൽ എപ്സ്റ്റൈൻ ഫയലുമായി ബന്ധപ്പെട്ട എല്ലാ വിവാദങ്ങളും അന്വേഷിക്കുമെന്നും അതിൻ്റെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്നും ഒക്കെ തന്നെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ ഇത്രയും നാളായി രണ്ടാം തവണ പ്രസിഡൻ്റായിട്ടും ട്രംപ് അതേക്കുറിച്ച് ഇപ്പോൾ ഒറ്റ അക്ഷരം മിണ്ടുന്നില്ല. വെറുതെ തനിക്കെതിരെ വരുന്ന ആരോപണങ്ങൾ നിഷേധിക്കുക മാത്രമാണ് ചെയ്യുന്നത്. കൂടാതെ എപ്സ്റ്റൈൻ ജയിലിൽ വെച്ചാണ് മരിച്ചത്. എപ്സ്റ്റൈൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് അന്ന് പലരും ആരോപിച്ചിരുന്നു. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ പലരും സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ ജയിലിൽ മരിച്ചിരുന്നു. എപ്സ്റ്റൈൻ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് എങ്കിൽ പോലും അങ്ങനെ അല്ല, എപ്സ്റ്റൈൻ കൊല്ലപ്പെടുകയായിരുന്നു എന്നാണ് വലിയൊരു വിഭാഗം വാദിക്കുന്നത്. ഏതായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇതിൽ നിന്ന് ശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടിയാണോ എന്ന് സ്വാഭാവികമായി നമ്മൾ സംശയിക്കേണ്ടി വരും. ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിലും അല്ലെങ്കിൽ ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധത്തിലുമൊക്കെ തന്നെ പരസ്യമായി ഓരോ പ്രതികരണങ്ങൾ നടത്തുന്നത് തൽക്കാലം ഇതിൽ നിന്ന് തടിതപ്പാൻ വേണ്ടിയാണോ എന്ന് പോലും സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും. പക്ഷേ അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ എത്രത്തോളം സ്വാതന്ത്ര്യം ജനങ്ങൾക്ക് അനുവദിക്കുന്നുണ്ട് എങ്കിൽ പോലും ഗുരുതരമായ കുറ്റങ്ങൾ ചെയ്താൽ അവർ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് തന്നെ ഉറപ്പാണ്. കൊച്ചുകുട്ടികളെ പോലും എപ്സ്റ്റൈൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പീഡിപ്പിക്കുകയും പല ഉന്നതർക്കും കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു എന്ന വാർത്തകൾ സത്യമായി വരികയാണെങ്കിൽ പല പ്രമുഖരും അഴിക്കുള്ളിലാകും എന്നുള്ളതും ഉറപ്പാണ്. ഏതായാലും മെലനിയ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് തനിക്കെതിരെ വാർത്ത നൽകുന്ന ഒരൊറ്റ മാധ്യമത്തിനെയും വെറുതെ വിടില്ല എന്ന ഉറച്ച നിലപാടിലാണ് അവർ.